ശ്രീത് പണിക്കർ ഇവിടെ റോണി കെ ബേബി MLA പറഞ്ഞത് താങ്കളത് ജോയിൻ ചെയ്യാൻ കുറച്ച് വൈകിയതുകൊണ്ട് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് താങ്കൾ കേട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങളാണ് ആദ്യമായിട്ട് ഒരു ബജറ്റ് നിർദ്ദേശം മുന്നോട്ട് വെച്ചത്, അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന് അതിൻ്റെ ഈ പെർസെൻറ്റേജ് ഉണ്ടല്ലോ, അതിൽ ആദ്യത്തെ ഇനത്തിന് 120%, രണ്ടാമത്തേതിന് കുറച്ചുകൂടി വീര്യം കൂടിയതിന് 175%. ഇങ്ങനൊരു പ്രപ്പോസൽ മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ സർക്കാർ ഒരു തീരുമാനം എടുത്തിട്ടില്ലായിരുന്നു നികുതിയുടെ കാര്യത്തിൽ. അതല്ലാതെ നികുതി കുറച്ചു എന്ന് പറയുന്നതിൽ കാര്യമില്ലാതെ തെറ്റായ പ്രചാരണമാണെന്നാണ് ശ്രീ റോണി കെ ബേബി MLA പറയുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? എന്തായാലും അങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ. ശ്രീ മഞ്ജുഷ്, എനിക്ക് ആദ്യം തന്നെ ശ്രീ റോണി കെ ബേബിയോട് പറയാനുള്ളത്, ഒരുപക്ഷെ മുഖ്യമന്ത്രിക്ക് ഈ രീതിയിലത്തേക്കുള്ള ഒരു നിലപാട് യൂട്ടേൺ എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ മന്ത്രിമാരെയും MLA-മാരെയും മണ്ടന്മാരാക്കാൻ സാധിച്ചേക്കും. പക്ഷേ പൊതുജനങ്ങളെ മണ്ടന്മാരാക്കാനായിട്ട് കഴിയില്ല എന്നുള്ളത് താങ്കൾ മനസ്സിലാക്കണം. ദയവ് ചെയ്ത് യുക്തിഹീനമായിട്ടുള്ള വാദങ്ങൾ ഒരു ചർച്ചയിൽ കൊണ്ടുവന്ന് പറയരുത്. താങ്കൾക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു ഇന്റഗ്രിറ്റി ഉണ്ട്. അപ്പൊ അത് മറ്റൊരാളിന്റെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേറ്റ്മെന്റിനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് അത് കളയരുത് എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ്. കാരണം താങ്കളിൽ വിശ്വസിച്ച് താങ്കളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിരിക്കുന്ന ഒരു വലിയ ജനസാമാന്യൻ അവിടെ ഉണ്ട് എന്നുള്ള ഒരു ബോധം ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് ഉണ്ടാകേണ്ടതാണ്. വളരെ വ്യക്തമായിട്ട് കേരളത്തിലുള്ള എല്ലാവർക്കും, കോൺഗ്രസിനെ അനുകൂലിക്കുന്നവർക്കും അല്ലാത്തവർക്കും ഇന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്, ശ്രീ VD സതീശൻ നേരത്തെ പറഞ്ഞിരുന്ന നിലപാടിൽ നിന്ന് യൂട്ടേൺ എടുത്തിട്ടുണ്ട്. ആ കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അദ്ദേഹം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കാനുള്ള നീക്കം കോടികളുടെ അഴിമതിയാണ് എന്നാണ്. അത് രണ്ട് രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. ഒന്ന്, സർക്കാരിന് കിട്ടേണ്ടുന്ന കോടികൾ നഷ്ടപ്പെടുത്തുന്നു. രണ്ട്, അത് വൻകിട ഡിസ്റ്റിലറികൾക്ക്, പ്രൈവറ്റ് എൻറ്റിറ്റികൾക്ക് അത് എത്തിക്കുന്നു. അപ്പൊ അതിനെ ഒരു അഴിമതി എന്ന രീതിയിലാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിരുന്നത്. ഇപ്പോ ശ്രീ VD സതീശൻ, അദ്ദേഹം തന്നെയാണ് ധനമന്ത്രി, അദ്ദേഹം ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ്? വീര്യം കുറഞ്ഞിരിക്കുന്ന മദ്യം, അതിന് നികുതി കുറയ്ക്കുന്നു. അത്രയും കാര്യം തന്നെയാണ് ചെയ്യുന്നത്. അതിന്റെ ബാക്കി കാര്യങ്ങളോ അതിന്റെ സാങ്കേതികത്വം ഒക്കെ അവിടെ നിൽക്കട്ടെ. 210 ആയിരുന്നതിനെ 160 ആക്കി എന്നൊക്കെ പറയുന്ന കാര്യം അവിടെ നിൽക്കട്ടെ. അദ്ദേഹം എന്താണ് ചെയ്തിരിക്കുന്നത്? പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുകയാണ്. വളരെ കാര്യമായിട്ട് നികുതി കുറയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 2 വർഷം മുമ്പ് ശ്രീ VD സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പറഞ്ഞ അതേ കാര്യമാണെങ്കിൽ ഇത് സ്വകാര്യ ഡിസ്റ്റിലറികൾക്ക് ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് സർക്കാരിന് കിട്ടേണ്ടുന്ന വലിയ വരുമാനത്തിലെ കോടികൾ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. 3, ഇത് പാർട്ടിക്ക് ഫണ്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അഴിമതിയാണ്, കൊള്ളയാണ്. ഇത് കോൺഗ്രസ് മാറുന്നു, അല്ലെങ്കിൽ CPM മാറി കോൺഗ്രസ് ആകുന്ന സമയത്ത് ഈ പ്രക്രിയ ആകമാനം മാറണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാനായിട്ട്, അല്ലെങ്കിൽ അത് വിശ്വസിക്കാനായിട്ടുള്ള അത്രത്തോളം വിഡ്ഢിത്തം ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇല്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്, ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ശ്രീ റോണി കെ ബേബി മനസ്സിലാക്കേണ്ടത്, മദ്യ നയം എന്ന് പറയുന്നത് UDF-ന്റേതായിട്ട് വരേണ്ടുന്ന ഒരു നയമാണ്. അപ്പൊ അത് ഡ്രാഫ്റ്റ് ചെയ്യാനുള്ള അവകാശം എക്സൈസ് വകുപ്പിലായിരിക്കണം, മന്ത്രി ശ്രീ ലിജുവിനായിരിക്കണം. അദ്ദേഹം അറിഞ്ഞിട്ടില്ല, അദ്ദേഹം കേട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പ്രസ്താവനകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്, അദ്ദേഹവുമായി കൺസൾട്ട് ചെയ്തിട്ടില്ല ഈ രീതിയിലത്തേക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നതിന്. അതിനെ ന്യായീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന ക്യാപ്സൂൾ ഈ ശതമാനത്തിനെ കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ടാക്സിന്റെ കാര്യം മാത്രമാണ് പറയുന്നത് എന്നുള്ളതാണ്. അങ്ങനെയാണോ? വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നയപരമായിട്ടുള്ള ഒരു തീരുമാനമാണ്. അല്ലാതെ റോണി കെ ബേബി MLA ഇവിടെ പറഞ്ഞത് 251% എന്ന് നിശ്ചയിച്ചിട്ടില്ലായിരുന്നു എന്നാണ്. ഇതൊരു പുതിയ നികുതി ഘടന എന്ന രീതിയിൽ അവതരിപ്പിച്ചതാണ്. 120ഉം 175ഉം എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല, അത് തീരെ നിലനിൽക്കാത്ത ഒരു വാദമാണ്. അങ്ങനെയാണ് എങ്കിലും ശ്രീ VD സതീശൻ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അത് കുറഞ്ഞ നികുതിയാണ് എന്ന് തന്നെയാണല്ലോ. അല്ലാതെ നികുതി കൂടുതലായിട്ടുള്ള നികുതിയിൽ ഇവിടെ ഇറക്കുന്നു എന്നല്ലല്ലോ പറയുന്നത്. നേരത്തെ പ്രപ്പോസ് ചെയ്യപ്പെട്ടിരുന്ന നികുതി എത്രയാണോ ആ നികുതിയിൽ നിന്ന് വീണ്ടും കുറയ്ക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നികുതി കുറച്ച് വിപണിയിലേക്ക് എത്തിക്കുന്നു എന്നത് തന്നെയാണ്. അപ്പൊ അതൊരു മദ്യനയവുമായി ബന്ധപ്പെട്ട് വരേണ്ടത് പോളിസിയാണ്. ഒരു കാര്യം ഞാൻ ആദ്യമേ എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഞാൻ പറയാം. വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ ഇറക്കുന്നതിനോ അതിന് ടാക്സ് കുറയ്ക്കുന്നതിനോ ഒന്നും എനിക്ക് യാതൊരു വിധത്തിലുള്ള എതിരഭിപ്രായവുമില്ല. പക്ഷെ അതൊരു പൊളിറ്റിക്കൽ പോളിസി ആയിട്ട് തൊട്ടു മുമ്പുണ്ടായിരുന്ന ഒരു സർക്കാർ അത് കൊണ്ടുവരുമ്പോൾ അതിനെ വിമർശിച്ചിരുന്ന ആൾക്കാർ ഇപ്പോൾ അത് നടപ്പാക്കാൻ പോകുന്ന സമയത്ത് ഒന്നുകിൽ പറയണം ഞാൻ ഒരു യൂട്ടേൺ എടുക്കുകയാണ്, അതല്ല എങ്കിൽ പറയണം എനിക്ക് നേരത്തെ തെറ്റുപറ്റിയിരുന്നു, പഴയ ഗവൺമെന്റിനോട് ഞാൻ അതിനെ വിമർശിച്ചതിന്റെ പേരിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറയാനുള്ള സാമാന്യ മര്യാദയെങ്കിലും വേണം. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, എക്സൈസ് നയം രൂപീകരിക്കേണ്ടത് എക്സൈസ് വകുപ്പാണ്. അപ്പൊ മദ്യനയം അതിന്റെ ഭാഗമായിട്ട് വരണം. എന്നിട്ട് അത് കോൺഗ്രസിനുള്ളിൽ ചർച്ച ചെയ്യണം, മന്ത്രിമാര് ചർച്ച ചെയ്യണം, UDF ചർച്ച ചെയ്യണം. അങ്ങനെ UDF-ന്റേത് എന്ന് പറഞ്ഞുകൊണ്ട് വേണം ഇവിടെ ഒരു എക്സൈസ് നയം കൊണ്ടുവരാൻ. UDF-ലുള്ള എല്ലാ ഘടകകക്ഷികളും ചേർന്ന് തീരുമാനിച്ച് എല്ലാവരുടെയും പേരെഴുതി ഒപ്പിട്ടിരിക്കുന്ന ഒരു രേഖ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് കോൺഗ്രസ് പ്രസിദ്ധീകരിച്ചത്. അതിന് UDF-ന്റെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ എന്നാണ് പറയുന്നത്. ആ മാനിഫെസ്റ്റോയിൽ ലഹരി എന്ന് പറയുന്ന ഒരൊറ്റ ബ്രാക്കറ്റിലേക്ക് മദ്യത്തിനെയും മയക്കുമരുന്നിനെയും ഒരുമിച്ച് ചേർക്കാനാണ് UDF ആഗ്രഹിച്ചത്.
എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപനം കേരളത്തിൽ അതിഗുരുതരമായ വിപത്തായി മാറിയ സാഹചര്യത്തിൽ കേരളത്തെ ഈ മാരക വിപത്തിൽ നിന്നും മുക്തമാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയുള്ള ശക്തവും ഫലപ്രദവുമായ നയങ്ങളും കർമ്മ പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പാക്കും. അപ്പൊ മദ്യത്തിനെയും മയക്കുമരുന്നിനെയും ഒന്നിച്ചു ചേർത്ത് അതിന്റെ വ്യാപനത്തിനെ തടയുന്നതിന് വേണ്ടി ശ്രമിക്കും എന്നാണ് പറയുന്നത്. വീര്യം കുറഞ്ഞ മദ്യത്തിന് കുറഞ്ഞ ടാക്സോടുകൂടി ഇതിനെ ഇറക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ട് വ്യാപനം കുറയുകയാണോ കൂടുകയാണോ ചെയ്യുന്നത്? ലഭ്യത കൂടുതലാക്കിയിട്ട് വ്യാപനം കുറയ്ക്കുക എന്ന രീതിയിലത്തേക്കുള്ള ഒരു ടെക്നിക്ക് ഇല്ല. അപ്പൊ ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം 1 യു-ടേൺ ആണ്, 2 മന്ത്രിയെ കൺസൾട്ട് ചെയ്തിട്ടില്ല, 3 നയം രൂപീകരിക്കാനായിട്ട് UDF-ൽ തീരുമാനമില്ല, 4 UDF-ന്റെ തന്നെ പ്രകടന പത്രികയിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഈ 2 കാര്യങ്ങളെ പറ്റി ഒരേ രീതിയിൽ തന്നെ ഇവർ പറയുന്നത് പോലെ തന്നെ നോക്കണം. അതായത് മദ്യവും മയക്കുമരുന്നിനെതിരെ സീറോ ടോളറൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സർക്കാർ തന്നെ ഓപ്പറേഷൻ തൂഫാൻ നടത്തുകയാണ്, അല്ലെ? പൂർണ്ണമായിട്ടും അതിനെ അടിച്ചമർത്തുക. ഏതൊക്കെ ലെയറുകളിൽ പോകുന്നുണ്ടോ, ഇപ്പോ ഭക്ഷ്യ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ആ ഡെലിവറി ചെയിനിലുള്ള ആൾക്കാർ ഇതിൽ ഉൾപ്പെട്ട് കഴിഞ്ഞാൽ അവർക്കെതിരെയും കർശനമായിട്ടുള്ള നടപടികൾ ഉണ്ടാക്കുമെന്ന രീതിയിൽ ധീരമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നമ്മുടെ ആഭ്യന്തരമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. മറിച്ച് അപ്പുറത്തെ സൈഡില് മദ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞത്, ഒരു ഭാഗത്ത് ഒരു ലഹരിയെ നിങ്ങൾ അടിച്ചമർത്തുകയും മറ്റൊരു സ്ഥലത്ത് നിങ്ങൾ അടിച്ചു തൂഫാനായിട്ട് നടന്നോ എന്ന് പറഞ്ഞിട്ട് മദ്യത്തിനെ കൂടുതൽ ലിബറലൈസ്ഡ് ആയിട്ടുള്ള ഒരു പോളിസി കൊണ്ടുവന്ന് അതിന്റെ ലഭ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ UDF-ന്റെ ഇതിനു മുമ്പുള്ള മദ്യനയം, UDF ഇവിടുത്തെ ജനങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മദ്യനയം എന്നുള്ള ഹെഡിങ്ങിലുള്ള കാര്യമാണ് ഞാൻ വായിച്ചത്. ആ മദ്യനയം എന്നതിനുമായിട്ട് ചേർന്ന് പോകുന്നില്ല. അപ്പൊ ഇത് തന്നെത്താനെ ഒരാളാണോ തീരുമാനമെടുക്കുന്നത്? UDF-ൽ കൺസൾട്ട് ചെയ്യാതെ, മന്ത്രിസഭയിൽ ചർച്ച ചെയ്യാതെ, കോൺഗ്രസിൽ ചർച്ച ചെയ്യാതെ, മന്ത്രിയോട് പോലും അന്വേഷിക്കാതെ, അതിനെപ്പറ്റി ചർച്ച ചെയ്യാതെ ഒരു വ്യക്തി തന്നെ തീരുമാനമെടുക്കുന്നുണ്ടോ എന്നുള്ള ഒരു ചോദ്യത്തിന് കോൺഗ്രസ് മറുപടി പറയണ്ടേ? ഞാൻ പറയുന്നത്, നിങ്ങളുടെ യു-ടേൺ മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം, ഇതിന്റെ നയപരമായിട്ടുള്ള വിഷയങ്ങളും പാർട്ടിയുടെ ഉള്ളിലുള്ള വിശ്വാസ്യതയുടെ പ്രശ്നങ്ങളും ഉണ്ട്. ഒന്നുകിലും മന്ത്രിമാർ തമ്മിൽ എന്തോ രീതിയിലത്തേക്കുള്ള പ്രശ്നമുണ്ട് എന്ന് ആൾക്കാർ കരുതും. അതല്ല എങ്കിൽ മുഖ്യമന്ത്രി, ധനമന്ത്രി എന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ അധികമായിട്ടുള്ള പവർ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ഏകാധിപത്യപരമായിട്ട് പെരുമാറുന്നു എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്തയുണ്ടാകും. ഞാൻ പറഞ്ഞത്, കോൺഗ്രസിന് നിയതമായിട്ടുള്ള അവരുടെ സ്വന്തമായിട്ടുള്ള ഒരു മദ്യനയമുണ്ട്. അത് ലഭ്യത വർദ്ധിപ്പിക്കുക എന്നുള്ളതാണോ? നേരത്തെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ചാരായ നിരോധനം ഇവിടെ ശ്രീ എ കെ ആന്റണി നടപ്പാക്കിയത്? ശ്രീ എ കെ ആന്റണി തന്നെ മുഖ്യമന്ത്രി ആയതിനു ശേഷം, അതിങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ശ്രീ സതീശൻ അദ്ദേഹത്തിനെ സന്ദർശിച്ച സമയത്ത് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് നമുക്ക് ഓർമ്മയുണ്ടാവും. അദ്ദേഹം പറഞ്ഞത് സതീശന് എല്ലാവിധ പിന്തുണകളും കൊടുക്കണമെന്നാണ്. ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് ശ്രീ എ കെ ആന്റണി പിന്തുണ കൊടുക്കുമോ? കേരളത്തിൽ ചാരായം നിരോധിച്ചയാളാണ്. വി എം സുധീരൻ ഇതിനകം തന്നെ കത്തയച്ചിട്ടുണ്ട്. വി എം സുധീരൻ ഇതിനകം തന്നെ കത്തയച്ചു. ശ്രീ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും ഇൻസ്ട്രുമെന്റൽ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് കൊടുത്തത് ശ്രീ വി എം സുധീരനാണ്. ആ സുധീരൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹം ആ കത്തയക്കുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹം പരസ്യമായിട്ട് തനിക്കുള്ള വിയോജിപ്പ് അവിടെ പ്രകടിപ്പിക്കുകയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ ബാക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർ, അദ്ദേഹത്തിന്റെ നയങ്ങളുടെ പേരിൽ അദ്ദേഹത്തിനെ വോട്ട് ചെയ്തിരിക്കുന്ന ആൾക്കാർ, ഇവരോടെല്ലാം ഒരു കാര്യം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം നടപ്പാക്കുന്നു. ഇത് കേവലം ഒരു വിഷയത്തിലല്ല എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പൊ ധാതു ഖനനവുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ഒരു യു-ടേൺ ഉണ്ട്. PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇതേപോലെ ഒരു യു-ടേൺ ഉണ്ട്. അതിന്റെ പിന്നാലെയാണ് ഈ മദ്യനയവുമായി ബന്ധപ്പെട്ട ഒരു യു-ടേൺ വരുന്നത്. വെറുതെ അധികാരത്തിൽ കയറിയതിനു ശേഷം കേവലം 1 മാസം മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ എന്നുള്ള ഒരു കാര്യം ആലോചിച്ച് നോക്കണം. അങ്ങനെ കേവലം 1 മാസം മാത്രമായിരിക്കുന്ന സമയത്ത് ഇത്രത്തോളം യു-ടേണുകൾ എന്തിനാണ് കോൺഗ്രസ് എടുക്കുന്നത്? എന്താണ് അതിന്റെ അക്കൗണ്ടബിലിറ്റി? ഇപ്പോ ശ്രീ KC വേണുഗോപാൽ പറഞ്ഞ എന്താണ്? നയമാണ്, അത് ചർച്ച ചെയ്ത് തീരുമാനിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അവിടെ ഖണ്ഡിക്കുന്നത്, അദ്ദേഹം അവിടെ എതിർക്കുന്നത് ആരെയാണ്? ശ്രീ വി ഡി സതീശന്റെ ബജറ്റ് പ്രസ്താവനയാണ്. ഇത് കേവലം ഒരു പ്രപ്പോസൽ എന്ന രീതിയിലത്തേക്ക് പറയാനായിട്ട് പറ്റില്ല കേട്ടോ. ശ്രീ റോണി കെ ബേബി ആ രീതിയിലത്തേക്ക് പറയുന്നത് കേട്ടു. അങ്ങനെയല്ല, ഇതൊരു നയരേഖയാണ്. ഇത് ബജറ്റിൽ വന്നിരിക്കുന്ന ഒരു റെക്കോർഡഡ് ഡോക്യുമെന്റ് ആണ്. അങ്ങനെ വന്നിരിക്കുന്ന ഒരു രേഖയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് പൂർണ്ണമായിട്ടുള്ള അക്കൗണ്ടബിലിറ്റി ഉണ്ടാകണം. അപ്പൊ ആ അക്കൗണ്ടബിലിറ്റി എവിടെയില്ല. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തം അവിടെ കാണുന്നില്ല. കോൺഗ്രസിലെ തന്നെ മുതിർന്ന ആൾക്കാർ അറിയുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് കോൺഗ്രസിന്റെ അധ്യക്ഷനോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കണ്ടതല്ലേ. ഈ വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട് അതിന്റെ ലഭ്യത, അതിന്റെ ടാക്സ് കുറയ്ക്കുന്നു, ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോ ശ്രീ സണ്ണി ജോസഫിന്റെ പ്രതികരണം എന്തായിരുന്നു? ഞാൻ ഈ വീര്യം കുറഞ്ഞ മദ്യം ഞാൻ കുടിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം അറിഞ്ഞിട്ടില്ല. ആഭ്യന്തരമന്ത്രി എന്താ പറഞ്ഞേ? ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചല്ലോ, ഇത് നേരത്തെ ഉണ്ടായിരുന്ന നിലപാട് അത് അഴിമതിക്ക് കാരണമാകുമെന്നായിരുന്നല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞ എന്താ? അതങ്ങനെ അല്ല എന്നിപ്പോ ബോധ്യമായി കാണും.
അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ആൾക്കാരെ അത് എതിർത്തല്ലോ, അത് തെറ്റായി പോയെന്ന് ഇപ്പൊ തോന്നിക്കാണും എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ പ്രതികരിക്കുന്ന ആൾക്കാരെല്ലാവരും മുഖ്യമന്ത്രിയെ കുത്തിയാണ് വർത്തമാനം പറയുന്നത്. അത് ശ്രീ കെ സി വേണുഗോപാൽ ആയിക്കോട്ടെ, ശ്രീ സണ്ണി ജോസഫ് ആയിക്കോട്ടെ, ശ്രീ രമേശ് ചെന്നിത്തല ആയിക്കോട്ടെ, അവിടെ തന്നെ ഈ കൂട്ടുത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു കാര്യം അവിടെ ഇല്ല എന്ന രീതിയിലേക്ക് വരുന്നത് ശരിയാണ്. ഞാൻ ശ്രീ എം കെ ഹരിദാസ് കൂടി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.